ഓരോ യാത്രയും പുതിയ പുതിയ ജീവിത പാഠങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ യാത്ര പാലക്കാട് ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെയാണ്. എൻ്റെ ടിക്കറ്റ് ചെങ്ങന്നൂർ ഒറ്റപ്പാലമാണ്. 85 രൂപ. ദയവായി ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1679 തിരുനെൽവേലിയിൽ നിന്നും കോട്ടയം എറണാകുളം ടൗൺ വഴി പാലക്കാട് വരെ പോകുന്ന പാലരുവി എക്സ്പ്രസ് ചെങ്ങന്നൂർ സ്റ്റേഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. പാലക്കാട് ജില്ലയും തൃശ്ശൂർ ജില്ലയും വേർതിരിക്കുന്ന റെയിൽവേ ബ്രിഡ്ജിന് മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭാരതപ്പുഴയാണ് അടിയിലൂടെ ഒഴുകുന്നത്. ഞാനിപ്പോൾ ഒറ്റപ്പാലം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പതിയെ മുൻപോട്ട് നടക്കുകയാണ്. ഇതിൻ്റെ നേരെ എതിർ സൈഡിലാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഉള്ളത്. വരിക്കാശ്ശേരിക്കുള്ള ബസ് എന്നെ കാത്തെന്നോണം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ മനിശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാലം കഴിഞ്ഞ് ഷൊർണൂർ ഭാഗത്തേക്ക് അല്പം കൂടി മുൻപോട്ട് പോയാൽ മനിശ്ശേരിയിലെത്തും. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ചെറു റോഡ് ഏതാണ്ട് 1 കിലോമീറ്റർ പോയാൽ വലതുവശത്ത് തന്നെ മന കാണാം. പാലക്കാട് നിന്നും 35 കിലോമീറ്റർ ദൂരമുണ്ട് വരിക്കാശ്ശേരിയിലേക്ക്. രാജകീയ പ്രൗഢിയാർന്ന 3 നിലകളോടുകൂടിയ നാലുകെട്ടാണ് പ്രധാന ആകർഷണം. പുറമോടിയിലെ കാഴ്ചയെക്കാളും ഗംഭീരമാണ് ഉൾവശം. ഏതു ചൂടിലും കുളിർമ നൽകുന്ന അന്തരീക്ഷം. 3 നിലയുള്ള നാലുകെട്ടിൽ വിശാലമായ മുറികളും നടുമുറ്റവും അകത്തളങ്ങളും ഒക്കെയുള്ള മനയിൽ ഏറെ ആകർഷകം കൊത്തുപണികളോടുകൂടിയ തൂണുകളാണ്. വിശാലമായ നടുമുറ്റവും ചുവർച്ചിത്രങ്ങളും ശില്പവേലകളും കാണേണ്ട കാഴ്ച തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കലക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അവർ ഇവിടെ ഇന്ന് കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിക്കുന്നത്. 300 വർഷം പഴക്കമുള്ള 6 ഏക്കറോളം സ്ഥലമടങ്ങിയ സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളുള്ള നാലുകെട്ട് കേരളീയ വാസ്തുവിദ്യാ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 പത്തായപ്പുരകൾ, കളപ്പുര, വിശാലമായ പൂമുഖം, കുളം, പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഒരുടവും സംഭവിക്കാതെ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു. മലയാള സിനിമയുടെ തറവാട് എന്നാണ് വരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത്. ഏകദേശം 80ഓളം മലയാള സിനിമകളും കൂടാതെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്.
തീർത്ഥം എന്ന ചിത്രമാണ് ആദ്യമായി ഇവിടെ ചിത്രീകരിച്ചത്. എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠന്റെ തറവാടായ മംഗലശ്ശേരിയാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത്. പിന്നീട് ആറാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വല്യേട്ടൻ, ബസ് കണ്ടക്ടർ, ദ്രോണ, മാടമ്പി, സിംഹാസനം, മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത്. ഏകദേശം 150-ലധികം ചിത്രങ്ങൾക്ക് ഇവിടം ലൊക്കേഷനായിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഒറ്റപ്പാലത്തെ ആന ഉടമസ്ഥൻ കൂടിയായ വി ഹരിദാസ് എന്ന വ്യക്തിയാണ് മനയുടെ ഉടമസ്ഥൻ. ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് കീഴിലാണ് മനയുടെ സംരക്ഷണവും നടത്തിപ്പും. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത്. സിനിമാ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല. ഇപ്പോൾ ഒരാൾക്ക് 30 രൂപ പ്രവേശന ഫീസുമുണ്ട്. മുകൾ നിലയിലേക്ക് പ്രവേശനമില്ല. മുറികൾ മിക്കതും പൂട്ടിയിട്ടിരിക്കുകയാണ്. തൂവൽ കൊട്ടാരം എന്ന സിനിമയിലെ ഒരു ഗാനം ചിത്രീകരിച്ച മനയുടെ ഭാഗമാണിത്. ഇവിടെ ധാരാളം കൈത്തറി വസ്ത്രം വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഗൂഗിൾ പേ ചെയ്ത് അത് സ്വന്തമാക്കുകയും ചെയ്യാം. ഒരു പഴയ മോഡൽ ഇന്ത്യൻ ക്ലോസറ്റാണ്. പിന്നെ അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഗോവേണിപ്പടി ഉണ്ടായിരുന്നു. വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. അന്നത്തെ കാലത്ത് ഇതൊക്കെ അപൂർവമാണ് പല വീടുകളിലും. അവിടെ നിന്നുമുള്ള മനയുടെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വിശാലമായ മുറ്റവും പറമ്പുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനയുടെ ഒരു ഭാഗമാണ്.
സിമെൻറ്റൊക്കെ തേച്ച് വേറൊരു രീതിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് തൊട്ട് ചേർന്നിട്ട് അവരുടെ ഒരു കുടുംബ ക്ഷേത്രവും കാണാൻ സാധിച്ചു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്ത സ്ഥലവുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തുന്നതാണ്. കാത്തിരിക്കുമല്ലോ.